നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പത്ത്. ഞാൻ എറണാകുളം റിനൈ മെഡിസിറ്റിയിൽ ഗ്യാസ്ട്രോ സർജനായി വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ പുതുതായി തുടങ്ങുന്ന M&M ഗ്യാസ്ട്രോ കെയർ ഇന്ത്യ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതൊരു എഡ്യൂക്കേഷണൽ ചാനലാണ്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡേ കെയർ ഹെർണിയ സർജറി. ഹെർണിയ സർജറികളിൽ ഏറ്റവും നൂതനമായ വിധമാണ് ഡേ കെയർ ഹെർണിയ സർജറി. അതെന്താണെന്ന് നോക്കാം. എന്താണ് ഡേ കെയർ? ഡേ കെയർ എന്ന് വെച്ചാൽ കാലത്ത് പേഷ്യൻ്റ് അഡ്മിറ്റായി ശസ്ത്രക്രിയ കഴിഞ്ഞ് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് ഡേ കെയർ സർജറി. അത് ഹെർണിയയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഡേ കെയർ ഹെർണിയ സർജറി എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ നമ്മൾ ഡേ കെയർ ഹെർണിയ സർജറിയിലാണ് എത്തി നിൽക്കുന്നത്. ഹെർണിയ ശസ്ത്രക്രിയകളുടെ പലവിധ പുതിയ മെത്തഡോളജിയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഡേ കെയർ ഹെർണിയ സർജറി. അതിനു മുന്നേ എന്താണ് ഹെർണിയ? ഞാനിത് മുന്നത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മളുടെ പേശികളുടെ ബലക്ഷയം മൂലമോ നമ്മളുടെ ശരീരത്തിലെ മസിലുകളിൽ ഏതെങ്കിലും ഭാഗത്തൊരു ദ്വാരം മൂലമോ വയറിനുള്ളിലിരിക്കേണ്ട കുടലോ ഫാറ്റോ, കുടലിനോടനുബന്ധിച്ച ഫാറ്റോ മറ്റ് അവയവങ്ങളോ പുറത്തു വരുന്ന അവസ്ഥയാണ് ഹെർണിയ. അതിന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള ശസ്ത്രക്രിയയാണ്. ഒന്ന് ഓപ്പൺ ശസ്ത്രക്രിയ, അത് സാധാരണ നമ്മൾ മുറിവുണ്ടാക്കി ചെയ്യുന്ന ശസ്ത്രക്രിയ. രണ്ട് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ, അതായത് കീ ഹോൾ മൂലം നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയ. ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരൊറ്റ റിപ്പയറേ ഉള്ളൂ. ഓപ്പൺ ആയാലും ലാപ്പ് ആയാലും ഉള്ളിൽ നമ്മൾ ഒരു മെഷ്, ഒരു നെറ്റിട്ട് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യണം. അതല്ലെങ്കിൽ ഈ ഹെർണിയ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുന്നലിടുന്ന ഏർപ്പാട് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അത് നിയമപ്രകാരം അത് ചെയ്യാൻ പാടില്ല. മെഷ് ഇട്ട് റിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മെഷ് റിപ്പയറിൽ തന്നെ നമ്മൾ ഈ ഓപ്പൺ ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജസ്. വേദന ഉണ്ടാവില്ല, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാം, ജോലിക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇതെല്ലാം ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് ലാപ്രോസ്കോപ്പിക് റിപ്പയർ? ലാപ്രോസ്കോപ്പിയിൽ നമ്മളൊരു ക്യാമറ ഇടാനൊരു ദ്വാരവും ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാൻ വേറെ രണ്ട് ദ്വാരവും മൂലം നമ്മൾ ഉള്ളിൽ പോയി മസിലുകളെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു വാട്ടർ ടാങ്ക് ഉള്ളിൽ നിന്ന് അടയ്ക്കുന്ന പോലെ ഈ മസിലുകൾക്ക് ഉള്ളിൽ നിന്ന് ഒരു മെഷിട്ട് അതിന് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയോ ഉള്ളിലത്തെ ദ്വാരം അടയ്ക്കാനായി നെറ്റിട്ട് ആ ദ്വാരം അടയ്ക്കുകയോ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ. അതോടെ അഡ്വാൻറ്റേജസ്, അതോടെ എന്താണ് മെച്ചം? മുറിവുകൾ തുലവും തുച്ഛമാണ്. സോ മുറിവ് പഴുക്കാനുള്ള സാധ്യതയേ ഇല്ല. പിന്നെ വേദന വളരെ കുറവാണ്. പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാം. കൺവെൻഷണൽ ലാപ്രോസ്കോപ്പി, അതായത് സാധാരണ ചെയ്യുന്ന ലാപ്രോസ്കോപ്പിയിൽ ഒരു ദിവസം അഡ്മിറ്റ് ആയാൽ അടുത്ത ദിവസം ശസ്ത്രക്രിയ ചെയ്ത് അതിനടുത്ത ദിവസം പേഷ്യൻറ്റിന് വീട്ടിൽ പോകാവുന്നതാണ്. 3-4 ദിവസം കൊണ്ട് ജോലിക്ക് പോകാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഡേ കെയർ ശസ്ത്രക്രിയ? ഡേ കെയർ ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയിൽ നിന്ന് വ്യത്യാസമായി നമ്മൾക്ക് ഒരേ ദിവസമാണ് അഡ്മിഷൻ. കാലത്ത് അഡ്മിറ്റ് ചെയ്യുന്നു, വൈകുന്നേരം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. സോ ഏതൊക്കെ തരത്തിലുള്ള ഹെർണിയകൾക്കാണ് നമ്മൾക്ക് ഈ ഡേ കെയർ ചെയ്യാൻ പറ്റുക? സാധാരണ നമ്മൾ കാണപ്പെടുന്ന മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലത്തെ ഗുഹ്യഭാഗത്ത് കാണുന്ന ഇൻഗ്വൈനൽ ഹെർണിയകൾ, പൊക്കിൾക്കൊടിയിൽ വരുന്ന അംബിലിക്കൽ ഹെർണിയ, ചെറിയ ചെറിയ ഇൻസീഷണൽ ഹെർണിയ, അതായത് മുന്നേ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ചിലപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഓപ്പറേഷനുകൾ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. ആ മുറിവുകളുടെ ബലക്ഷയം മൂലം വരുന്ന ഇൻസീഷണൽ ഹെർണിയ, അതല്ലാതെ വിരളമായി കാണുന്ന ഫിമറൽ ഹെർണിയ മുതലായ ഹെർണിയകൾക്ക് നമ്മൾക്ക് ഡേ കെയർ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ ചെയ്യാം. സോ ഈ രോഗികൾ എന്ത് ചെയ്യണം? ഈ രോഗികൾ ഒരു ദിവസം വന്ന് കൺസേൺഡ് സർജനെ കണ്ട് ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്ത് അനസ്തീഷ്യയോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിനെയോ കാണേണ്ടതുണ്ടെങ്കിൽ അവരെ കാണിച്ച് ആ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻ്റ്, അതായത് പേഷ്യൻറ്റിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒരു അനസ്തീഷ്യ ഫിറ്റ്നസ്, പേഷ്യൻ്റ് ഫിറ്റാണോ, അനസ്തീഷ്യയ്ക്ക് ഫിറ്റ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം, എന്തെല്ലാം ബാക്കിയുള്ള അവയവങ്ങൾക്ക് എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം മനസ്സിലാക്കി ആവശ്യമായ പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് നമ്മളൊരു ഡേറ്റ് ഓഫ് സർജറി, അതായത് എന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് സർജനോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ വീട്ടിൽ പോകുന്നു. ആ ഓപ്പറേഷൻ ദിവസം കാലത്ത് പുലർച്ചെ 6:30 മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവുന്നു. അത് ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതെ വെറും വയറ്റിൽ നമ്മൾ വന്ന് അഡ്മിറ്റ് ആവുന്നു. അഡ്മിറ്റ് ആയതിനു ശേഷം ചെയ്യേണ്ട പ്രിപ്പറേഷൻസ്, അതായത് ഒന്ന് ഷേവ് ചെയ്യണമെങ്കിൽ ഷേവ് ചെയ്യാം, ഏതെങ്കിലും ഇഞ്ചക്ഷൻ ടെസ്റ്റ് ഡോസ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, പോയ്സൺ TTയുടെ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ അതെടുത്ത് പേഷ്യൻറ്റിനെ ഏകദേശം 8:30-9 മണിക്കുള്ളിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നു. അതൊരു 1-1.5 മണിക്കൂറാണ് സാധാരണ സമയം, ഒരു 1.5 hours. അതിനുശേഷം ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പേഷ്യൻറ്റിനെ റിക്കവറി റൂം, പേഷ്യൻ്റ് ഈ അനസ്തീഷ്യ മയക്കം വിട്ട് ഉണരാനുള്ളൊരു സമയം, അത് ഏകദേശം ഒരു 1.5 മുതൽ 2 മണിക്കൂർ. അത് നമ്മൾ റിക്കവറി റൂമിൽ വെച്ച് പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്യുന്നു.
അതിനുശേഷം പേഷ്യൻ്റ് നല്ല കോൺഷ്യസായി എഴുന്നേറ്റ് നടക്കാൻ പാകത്തിനാവുമ്പോൾ നമ്മൾ കാപ്പിയോ ചായയോ എന്തെങ്കിലും കുടിക്കാനോ എന്തെങ്കിലും കൊടുത്ത് പേഷ്യൻ്റിനെ ഒന്ന് നടത്തിച്ച് നമ്മൾ തിരിച്ച് ഈ ഡേ കെയർ യൂണിറ്റ്, അതായത് ഈ ഡേ കെയർ ശസ്ത്രക്രിയ നടത്തുമ്പോൾ അഡ്മിഷൻ ഇല്ല, അതിന് ഡേ കെയർ സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്, അവിടേക്ക് നമ്മൾ പേഷ്യൻറ്റിനെ മാറ്റുന്നു. അവിടെ വരുമ്പോൾ പേഷ്യൻ്റ് എന്ത് ചെയ്യും? ഈ ഡേ കെയർ സർജറി യൂണിറ്റുകളിൽ മുറിവുകളില്ല, മുറിവുകളിൽ തുന്നലുകളില്ല, എല്ലാം ഒട്ടിക്കലാണ്. പുതിയ ടെക്നോളജി എല്ലാം യൂസ് ചെയ്ത് ഗ്ലൂ യൂസ് ചെയ്ത് അത് ഒട്ടിക്കുകയാണ്. അപ്പം തിരിച്ചു വന്ന ഉടനെ പേഷ്യൻ്റ് തലവഴി വെള്ളം ഒഴിച്ച് സാധാരണ കുളിക്കുന്ന പോലെ സോപ്പിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ പെയിനും ബിക്കോസ് ഓഫ് ദിസ് സർജറി കൊണ്ടുവരുന്ന പെയിൻ എല്ലാം ഡിസപ്പിയർ ആവും, പോവും. അതിനുശേഷം ഭക്ഷണം കഴിച്ച് രോഗി പടി കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ നടക്കാൻ തുടങ്ങുമ്പോൾ ഈ മെഷ്, ലാപ്രോസ്കോപ്പിയിലിട്ട മെഷ് കറക്റ്റ് പൊസിഷനിൽ വീഴും. അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു 3:30-4 മണിയോടുകൂടി വൈകുന്നേരം, ഉച്ചയ്ക്ക് ലഞ്ച് ഡെഫിനറ്റ്ലി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം, വൈകുന്നേരത്തെ ഒരു കാപ്പിയോ ചായയോ കുടിച്ചിരിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഡിസ്ചാർജ് സമ്മറിയുടെ സമയമാവും. ഡിസ്ചാർജ് സമ്മറിയും വാങ്ങി ഒരു 5:30 മണിയോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. എങ്ങനെ തിരിച്ചു പോകാം? വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, വേറെ ആരെങ്കിലും ഓടിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വന്തം കാറിൽ നമുക്ക് തിരിച്ചു പോകാം. തിരിച്ച് വീട്ടിൽ പോയി ഏകദേശം 1-2 ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. തിരിച്ച് വീട്ടിൽ പോയി പ്രത്യേകിച്ച് എന്തെങ്കിലും നോക്കാനുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ നോക്കാനൊന്നും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 മണിക്കൂർ ഒബ്സർവേഷനിൽ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റും. ഇനി വിരളമായ ചില കോംപ്ലിക്കേഷൻ, ഡിലേഡ് ബ്ലീഡിങ്, ചിലപ്പോൾ അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവില്ല, ഒരു 1.5-2 മണിക്കൂറിന് ശേഷം ചിലപ്പോൾ ബ്ലീഡിങ് വരാം. അപ്പോൾ എന്താ രോഗിക്ക് എന്ത് മനസ്സിലാവും? അവിടെ ഒരു ചുമന്ന് വരികയോ, ഓപ്പറേഷൻ ചെയ്ത ചുമന്ന് തടിച്ചു വരികയോ, മുഴ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയോ, അസഹ്യമായ വേദനയോ വരാം. അങ്ങനെ വരികയാണെങ്കിൽ രോഗി ഉടനെ തന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്ത് തിരിച്ച് ഹോസ്പിറ്റലിൽ വരേണ്ടതാണ്. അതല്ലാതെ സാധാരണമായി പിന്നെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷ്, ഈ നെറ്റ് ഇടുന്നത് മൂത്രസഞ്ചി, യൂറിനറി ബ്ലാഡറിന് മുന്നിലേക്കാണ്. അപ്പോൾ മൂത്ര തടസ്സം, നമ്മളെപ്പോഴും ഈ കുളിക്കുമ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ എൻകറേജ് ചെയ്യും, മൂത്രം ഒഴിക്കാനായി നമ്മൾ അവരോട് ആവശ്യപ്പെടും. അപ്പം മൂത്രം പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. വീട്ടിൽ പോയി എന്തെങ്കിലും തരത്തിൽ മൂത്ര തടസ്സം വരികയാണെങ്കിൽ രോഗി തിരിച്ചു വരേണ്ടി വരും. ഈ 2 കണ്ടീഷനാണ് സാധാരണയായി എന്തെങ്കിലും പ്രശ്നപ്പെട്ട് രോഗി തിരിച്ചു വരേണ്ടത് ആവശ്യമുണ്ടാവുക. അല്ലെങ്കിൽ അതിൻ്റെയും ആവശ്യം ഉണ്ടാവില്ല. 99.9% ഈ 4-5 hours ഓഫ് ഒബ്സർവേഷനിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം ഈ രോഗിയെ നമ്മൾ ഡിസ്ചാർജ് സമ്മറി കൊടുത്ത് വീട്ടിൽ വിട്ടതിന് ശേഷം 1-2 ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കാം. അതിനുശേഷം ഈ രോഗിക്ക് തിരിച്ച് ജോലി, അതായത് വെറുതെ ഇരിക്കുന്ന ജോലിയാണ്, നമ്മൾ പോയി എഴുതുകയേ വേണ്ടൂ, എഴുത്തുകുത്ത് മാത്രമേ ഉള്ളൂ, ഭാരമൊന്നും പൊക്കണ്ട വെച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ച് ജോലിക്ക് പോകാം. 15 കിലോന് മേലെ ഭാരം തൂക്കണമെങ്കിൽ 15 ദിവസം കഴിയണം. കാർ ഓടിക്കാൻ പറ്റത്തില്ല, സ്കൂട്ടർ, കിക്കർ സ്റ്റാർട്ടർ ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം പടി കയറി ഇറങ്ങാം, കുനിയാൻ നീരാം, നമ്മൾക്ക് യാത്രകൾ ചെയ്യാം, അതിനെല്ലാം ഒരു ബുദ്ധിമുട്ട് വരില്ല. ബസ്സിൽ കയറാം, ഇറങ്ങാം, അതെല്ലാം പ്രശ്നമില്ല. പക്ഷേ കാർ ഓടിക്കാനോ കിക്കർ സ്റ്റാർട്ടർ ബൈക്ക് യൂസ് ചെയ്യാനോ പറ്റത്തില്ല. മറ്റ് സാധാരണപ്പെട്ട ജോലികൾ, വീട്ടിൽ അടുക്കള ജോലികളെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു 15 കിലോന് മേലെ ഭാരം തൂക്കണമെങ്കിൽ ഏകദേശം 15 ദിവസവും, ഒരു 40 കിലോ 50 കിലോ തൂക്കണമെങ്കിൽ ഏകദേശം 3 ആഴ്ചയ്ക്ക് ശേഷവും നമുക്ക് തൂക്കാം. ഇതാണ് ഡേ കെയർ ശസ്ത്രക്രിയ. എന്തിനാണ് ഡേ കെയർ ശസ്ത്രക്രിയ? ഇപ്പോഴെല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ്, അതായത് അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, ഇങ്ങനെയാണ് സാധാരണ കുടുംബം. അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ കുട്ടികളെ നോക്കാൻ ആൾ വേണം, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വിളിക്കാൻ ആൾ വേണം. അതിൻ്റെ എല്ലാം ഒന്നും ആവശ്യമില്ല. കുട്ടികളെ കാലത്ത് സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു വരുന്നു, ശസ്ത്രക്രിയ ചെയ്യുന്നു, കുട്ടികൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിരിക്കും. അത്രയും വേദനരഹിതമായ എളുപ്പമായ ശസ്ത്രക്രിയയാണ് ഡേ കെയർ ഹെർണിയ സർജറി. കേരളത്തിൽ ഇതാദ്യമായി നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പേഷ്യൻസിന് അത് മെച്ചമുണ്ട്. ഇത് കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിത് ഈ തരത്തിലുള്ളൊരു ശസ്ത്രക്രിയ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ക്ലോസ് കൂടെ ഉള്ളത്, ഏകദേശം 15 കിലോമീറ്റർ ചുറ്റളവിൽ, ആശുപത്രിക്ക് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള പേഷ്യൻസിനെ നമ്മൾ ഡേ കെയർ നമ്മൾ എൻകറേജ് ചെയ്യാറുള്ളത്, അവർക്കേ നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം രാത്രി എന്തെങ്കിലും ഒരു പ്രശ്നം രോഗിക്ക് വരികയാണെങ്കിൽ രോഗിക്ക് തിരിച്ച് ഹോസ്പിറ്റലിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ വരാൻ സാധിക്കും, ഒരു 15 കിലോമീറ്ററിനുള്ളിലുള്ള താമസിക്കുന്ന രോഗിയാണെങ്കിൽ. സോ ഇതാണ് ഡേ കെയർ സർജറി ഫോർ ഹെർണിയ. ഇനി ഈ ബാക്കിയുള്ള ഹെർണിയകൾ, വലിയ വലിയ ഹെർണിയകൾക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ നമ്മൾക്ക് പുതിയ റിപ്പയർ ഉണ്ട് എന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിന് റിപ്ലൈ തരുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അതിന് മറുപടി തരുന്നതാണ്. നന്ദി, നമസ്കാരം.